മന്ത്രിമാരും സിനിമാ താരങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ള പണം ചിലവഴിച്ചാണ് അവരുടെ സുരക്ഷ സെക്യൂരിറ്റി ഒരുക്കുന്നത്. ഇത്തരത്തിൽ ഒരു വശത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനിയും മറുവശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണുള്ളത്. ഇവർ തമ്മിലുള്ള സുരക്ഷാ താരതമ്യം ഒരു 3D രൂപത്തിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ഒരു മാസത്തെ ശമ്പളം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറെക്കുറെ 1,60,000 രൂപയോളമാണ്. അതേസമയം മുകേഷ് അംബാനിക്ക് ഈ പറഞ്ഞ പണം 5-6 സെക്കൻഡുകൾ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നു. മുകേഷ് അംബാനി ഇന്ന് അധികവും സഞ്ചരിക്കുന്നത് 10 കോടി രൂപയോളം വിലയുള്ള മെഴ്സിഡസ് ബെൻസ് S618 ഗാർഡ് എന്ന ഈ ഒരു വാഹനത്തിലാണ്. അതേസമയം മറുഭാഗത്ത് മോദിയുടെ കാറ് മെഴ്സിഡസ് മേബാക്ക് S615 ഗോൾഡ് എന്ന 12 കോടി രൂപയോളം വിലയുള്ള ഈ ഒരു കാറുമാണ് ഉള്ളത്. തീവ്രവാദികൾ ഇവരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രധാനമായും 3 ആയുധങ്ങളാണ് ഇവരുടെ കൈവശമുള്ളത്. ഒന്നാമതായിട്ട് AK-47, രണ്ടാമതായിട്ട് RPG ലോഞ്ചർ ആണ്, അവസാനമായിട്ട് അപകടകരമായ ഒരു മിസൈൽ FGM-148 ജാവലിനുമാണ് ഇവരുടെ കൈവശമുള്ളത്. ഇത് മൂന്നും ഉപയോഗിച്ച് തീവ്രവാദികൾ ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്തിരിക്കുന്ന ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യം AK-47 ഉപയോഗിച്ച് മുകേഷ് അംബാനിയുടെ കാറിനു നേരെ വെടിവെച്ചു. വെടിയുണ്ട ഗ്ലാസിൽ തട്ടി നേരെ താഴെ വീണു. ഡോറിന്റെ ഗ്ലാസിൽ ചെറിയൊരു വിള്ളൽ പോലുള്ള അടയാളം മാത്രമാണുള്ളത്. കാരണം അംബാനിയുടെ ഈ ഒരു കാറിന്റെ ഗ്ലാസുകളെല്ലാം ഏറെക്കുറെ 4 ഇഞ്ച് കട്ടിയോട് കൂടിയിട്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് കൂടാതെ ഈ ഒരു വാഹനത്തിന്റെ ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ 6-7 ഇഞ്ചോളം കട്ടിയുള്ള രീതിയിലാണ് ഇതിന്റെ 4 ഡോറുകളും നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഓരോ ഡോറിനും ഏറെക്കുറെ 250 കിലോ ഭാരമുണ്ടെന്ന് ചുരുക്കം പറയാം. ഈ പറഞ്ഞ 4 ഡോറുകളും ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു ബട്ടൺ ഞെക്കിയാൽ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. AK-47 അങ്ങനെ അംബാനിയുടെ കാറിന് മുമ്പിൽ പരാജയപ്പെട്ടു. അടുത്തതായിട്ട് തീവ്രവാദി ഉപയോഗിക്കുന്നത് RPG ലോഞ്ചർ ആണ്. വലിയൊരു ശബ്ദത്തിൽ അംബാനിയുടെ കാറിനു നേരെ ആ തീവ്രവാദി ലോഞ്ചർ ഉപയോഗിച്ചു. കാറിനകത്തിരിക്കുന്ന അംബാനിക്ക് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനായിരുന്നു. കാരണം കാറിൽ ആർമർ പ്ലേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു കാറിന്റെ പുറത്ത് കാണുന്ന കറുത്ത നിറത്തിലുള്ള ബോഡി നീക്കം ചെയ്താൽ പിന്നീടുള്ളത് 4-5 ഇഞ്ചോളം കനത്തോട് കൂടിയിട്ടുള്ള മറ്റൊരു ബോഡിയാണുള്ളത്. ഇതിനാൽ പുറത്തുള്ള ഭാഗത്തിന് ചെറുതായി കേടുപാടുകൾ വന്നെങ്കിലും കാറിനകത്ത് അംബാനി സേഫായിരുന്നു. മൂന്നാമതായിട്ട് അയാൾ ഒട്ടും സമയം കളയാതെ തന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആ ആയുധം ഉപയോഗിക്കുകയാണ്. FGM-148 മിസൈലുകൾ വലിയ പവറുള്ള യുദ്ധ ടാങ്കറുകളെ പോലും നശിപ്പിക്കാൻ ശേഷിയുള്ള മാരക ആയുധങ്ങളാണ്. ആ തീവ്രവാദി അതെടുത്ത് അംബാനിയുടെ കാറിനു നേരെ പ്രയോഗിച്ചു. അത് കാറിൽ വന്ന് പതിച്ചതും വലിയൊരു ശക്തമായ ആഘാതം കാറിന് സംഭവിച്ചു. കാറിന് കുറച്ചധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കാറിനകത്തുള്ള എല്ലാ എയർ ബാഗുകളും മുകേഷ് അംബാനിയെ സേഫായി തന്നെ ഇരുത്തി. ഇത്തവണ കാറിന് കുറച്ചധികം പരുക്ക് ഏറ്റിട്ടുണ്ട്. ഇനി ഈ കണ്ട ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് മോദിയുടെ കാറിന് നേരെ ഉപയോഗിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. തീവ്രവാദി AK-47 ഉപയോഗിച്ച് കാറിനകത്തിരിക്കുന്ന മോദിയെ ലക്ഷ്യമാക്കി വെടിവെച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ മോദിയുടെ കാറിന്റെ ഗ്ലാസിന് പോലും ഒരു വിള്ളലോ സ്ക്രാച്ചോ ഒന്നും സംഭവിച്ചില്ല. അടുത്തതായിട്ട് അയാൾ RPG ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് കാറിനു നേരെ പ്രയോഗിച്ചു. ഇത്തവണയും കാറിന് ഒന്നും സംഭവിച്ചില്ല. ഒന്നും അറിയാത്ത പോലെ അപ്പോഴും മോദിയുടെ കാർ അങ്ങനെ തന്നെ നിന്നു. ദേഷ്യം വന്ന തീവ്രവാദി അവസാനമായി തന്റെ കൈവശമുള്ള ജാവലിൻ മിസൈൽ എടുത്ത് മോദിയുടെ കാറിനു നേരെ പ്രയോഗിച്ചു. പക്ഷേ ആ മിസൈൽ മോദിയുടെ കാറിന്റെ അടുത്ത് എത്തിയതും വേറെ എങ്ങോട്ടോ ദിശ മാറിപ്പോയി. അയാൾ രണ്ടാമതും കാറിനു നേരെ മിസൈൽ വിട്ടു. പക്ഷേ അപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മോദിയുടെ കാറിനു നേരെ എന്താണ് മിസൈൽ അടുക്കാത്തത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മോദി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ എല്ലാം പുറകെ ഒരു വാഹന വ്യൂഹം തന്നെ ഉണ്ട്. ഇതിൽ ജാമറുകൾ ഘടിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വാഹനമുണ്ട്. ഈ ഒരു വാഹനമാണ് മോദിയുടെ കാറിനു നേരെ വരുന്ന മിസൈലുകളെ എല്ലാം ദിശ മാറ്റി വിടുന്നത്. മോദി സഞ്ചരിക്കുന്ന
പോകുന്ന കാറുകളെയെല്ലാം ഈ ഒരു ജാമർ ടെക്നോളജി ഘടിപ്പിച്ച വാഹനത്തിന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. ഇതുകൊണ്ട് തന്നെ മോദി പൂർണ്ണമായും കാറിനകത്ത് സുരക്ഷിതമായി തന്നെ തുടരുന്നു. ഇതിനെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ചിലവുകൾ ആവശ്യമാണ്. ഏകദേശം 1.5 കോടി രൂപയോളമാണ് പ്രധാനമന്ത്രി മോദിയുടെ സുരക്ഷയ്ക്കായിട്ട് സെക്യൂരിറ്റിക്കായിട്ട് ചിലവഴിക്കുന്നത്. ഇനി മുകേഷ് അംബാനി ആണെങ്കിൽ 50,000 രൂപയോളമാണ് തന്റെ സുരക്ഷയ്ക്കായിട്ട് സെക്യൂരിറ്റിക്കായിട്ട് ഓരോ മാസവും ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മറുപടികളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് കാണാം.